ശ്രോതാക്കൾ കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ കർത്താവ് നവിലേറിയ അവസരമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവർക്കായി തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേക വിടുതലുകൾ കർത്താവ് അനേർക്ക് നൽകി. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1-ാം വാക്യം. ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ മഹാനും മാന്യമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ഈ അധ്യായത്തിൽ പ്രധാനമായി 3 വ്യക്തിത്വങ്ങളെ, 3 കഥാപാത്രങ്ങളെ കാണാം. ഒന്നേ ഒരു പ്രശ്നം, പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായ നയമാൻ. 2 പ്രശ്നം കണ്ട് നിലവിളിക്കുന്ന ഇസ്രായേൽ രാജാവ്. 3 പ്രശ്നം ഏറ്റെടുത്ത് പരിഹരിക്കുന്ന അഭിഷക്തനായൊരു ദൈവദാസൻ എലീശ പ്രവാചകൻ. പരിശുദ്ധാത്മാവ് ഈ വചനഭാഗത്തിലൂടെ നമ്മോട് സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ തുടക്കം ഇങ്ങനെയാണ്: നയമാൻ ആരാം രാജാവിൻ്റെ സേനാധിപതിയായിരുന്നു. അവൻ അനേക യുദ്ധങ്ങൾ രാജ്യത്തിനു വേണ്ടി നടത്തി യുദ്ധം ജയിച്ചവനായിരുന്നു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നവൻ പരാക്രമശാലിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് ആരാം രാജാവ് അവനെ മഹാനും മാന്യനുമായി എണ്ണി. പക്ഷെ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗി എന്നൊരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. ശ്രദ്ധിക്കൂ, ഇന്നത്തെ ലോകത്തിൻ്റെ, ഇന്നത്തെ പല കുടുംബങ്ങളുടെ, ഇന്നത്തെ പല വ്യക്തികളുടെ പ്രതിനിധിയാണ് നയമാൻ. പുറത്തു പരാക്രമം ചെയ്യുമ്പോഴും അകത്ത് കുഷ്ഠമാണ്. പുറമേ മാന്യനാണ്, മഹാനാണ്, പരാക്രമശാലിയാണ്, പക്ഷേ അകമേ കുഷ്ഠരോഗിയാണ്. ഈ വേദപുസ്തകത്തിൽ എലീശ പ്രവാചകനെ തന്നെ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് അതിന് മുൻപ് അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായം 19-ാം വാക്യം. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്നും യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നു. പുറമേ ആ പട്ടണം മനോഹരമായിരുന്നു, പക്ഷെ അവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളില്ലായിരുന്നു. ഗർഭനാശകമായിരുന്നു. തലമുറകൾ ഉണ്ടാകാതെ തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പട്ടണം. പക്ഷെ പുറമേ നോക്കിയാൽ ഒരു കുഴപ്പമില്ല, മനോഹരമായിരുന്നു. യേശു കർത്താവിൻ്റെ കാലത്ത് യെരൂശലേം ദൈവാലയത്തെ നോക്കിക്കൊണ്ട് ശാസ്ത്രിമാർ, പരീശന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും പറഞ്ഞു, എത്ര മനോഹരം. പക്ഷെ യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും. പുറമേ കുഴപ്പമില്ല, പക്ഷെ അകത്താണ് പ്രശ്നം. പ്രിയപ്പെട്ട സ്നേഹിതരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ വീട് പുറമേ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല, വളരെ മനോഹരമായി വീട്, കാറ്, വീടിന് വേണ്ടതെല്ലാം, ചുറ്റുപാടുകൾ. പക്ഷെ അകത്ത് സ്വസ്ഥതയില്ല, അകത്ത് സമാധാനമില്ല. പുറമേ ഒരു കുഴപ്പവുമില്ലെങ്കിലും അകത്ത് സ്വസ്ഥതയും സമാധാനമില്ലാത്ത അവസ്ഥ. ഞാൻ പലപ്പോഴും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്ന 2 നില കെട്ടിടങ്ങൾ, മനോഹരമായ മണിമേടകൾ, സൗധങ്ങൾ, വീടിനെ പറ്റിയ ഗേറ്റ്, വീടിന് പറ്റിയ ചുറ്റുമതിൽ, മനോഹരമായ പൂന്തോട്ടങ്ങൾ ഒക്കെയുള്ള അനേക വീടുകളുണ്ട്. ഭാഗ്യമായി നോക്കിയാൽ ഒന്നിനും കുറവില്ല. പക്ഷെ ആന്തരികമായ വീടുകളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. വെച്ച് വിളമ്പുന്ന ചോറൊന്നിച്ച് കഴിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം ഒന്നിച്ച് കഴിക്കാൻ കഴിയുന്നില്ല,
ഭർത്താവിന് ഭാര്യ വിശ്വാസമില്ല, ഭാര്യ ഭർത്താവിന് വിശ്വാസമില്ല, മക്കളെ അപ്പനെ അമ്മയെ അനുസരിക്കില്ല, കീഴ്പ്പെടില്ല. കലഹിക്കുന്ന വീടുകൾ, സ്വൈര്യതയില്ലാത്ത വീടുകൾ, സ്വസ്ഥതയില്ലാത്ത വീടുകൾ. അതുപോലെയാണ് വ്യക്തിത്വങ്ങളും. പുറമേ നോക്കുമ്പോൾ സൗന്ദര്യത്തിന് കുഴപ്പമില്ല, ആരോഗ്യത്തിന് കുഴപ്പമില്ല, ആളുകൾ നോക്കുമ്പോൾ സമ്പത്തിന് കുഴപ്പമില്ല. പക്ഷേ അകമയാണ് പ്രശ്നം. സദൃശവാക്യം 12:1 പറഞ്ഞു, കലഹത്തോടുകൂടി വീട് നിറയെ ശാഖഭോജനത്തേക്കാൾ സ്വസ്ഥതയോടുകൂടെ ഒരു കഷ്ണം ഉണങ്ങിയപ്പം ഏറ്റവും നല്ലത്. എന്നും ചില്ലി ചിക്കനും ഫ്രൈ റൈസും ഇല്ലെങ്കിലും, എന്നും വിഭവസമർത്ഥമായ ഭക്ഷണമില്ലെങ്കിലും, സ്വസ്ഥതയോടുകൂടെ സാധാരണ ഭക്ഷണമുള്ളെങ്കിലും അതാണ് നല്ലതെന്നാണ് പറഞ്ഞ അർത്ഥം. കൊരിന്ത്യലേഖനത്തിൽ 2 കൊരിന്ത്യലേഖനം 4:16 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു. അപ്പം പുറമെയുള്ള മനുഷ്യനുമുണ്ട്, അകമേയുള്ള മനുഷ്യനുമുണ്ട്. പുറം കാഴ്ചയുമുണ്ട്, അകം കാഴ്ചയുമുണ്ട്. പുറം പൂച്ചുകൊണ്ട് മനസ്സിലിരിപ്പുമുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ വീട്, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുകൾ ഒക്കെ മനുഷ്യനെ ആകർഷിക്കുന്നതും പുറമേ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തതായിരിക്കാം. പക്ഷേ അകമേ നയമാനെ പോലെ കുഷ്ഠരോഗത്താൽ, പ്രതിസന്ധികളാൽ, പ്രശ്നങ്ങളാൽ, നീറുന്ന അവസ്ഥകളാൽ ഭാരപ്പെടുന്ന അനേകരനെ കേൾക്കുന്നുണ്ട്. നല്ല പ്രവാചകനായ യേശുവിനെ നിങ്ങളെ വിടുവിപ്പാൻ കഴിയും. അകമാണ് പ്രശ്നം, അകമാണ് നന്നാകേണ്ടത്. പുറത്തെ പുഷ്ടിയേക്കാൾ അകത്തെ പുഷ്ടി. ഒരു ദൈവവൈതലിന് പറയാൻ കഴിയും, എൻ്റെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും എൻ്റെ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുന്നു. ഇന്ന് അനേകരും പുറം കൂടിനാണ് തീറ്റി കൊടുക്കുന്നത്, പുറമെയുള്ള സൗന്ദര്യത്തെയാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ അകത്തൊരു മനുഷ്യനുണ്ട്, ഒരാത്മാവ്. അകമേയുള്ള മനുഷ്യനെ അവർ ശ്രദ്ധിക്കുന്നില്ല. അകത്തുള്ള മനുഷ്യനവർ പോഷണം നൽകുന്നില്ല. അകത്തെ മനുഷ്യൻ നന്നാകണം. എന്താണ് കുഷ്ഠരോഗിയുടെ പ്രത്യേകത? ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങൾ. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവൻ്റെ തല മൂടാതിരിക്കണം, അവൻ അധരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ചു പാർക്കണം, അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു കുഷ്ഠരോഗി തല മൂടാതെ, മുഖം മൂടി, അധരം മൂടി തന്നെത്താൻ അശുദ്ധൻ 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം. അവന് ഈ നയമാൻ പാർത്തവർ വീട്ടിൽ പാർക്കാൻ അനുവാദമില്ല, തനിച്ചു പാർക്കണം. അവൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. പുതിയ നിയമത്തിൽ കുഷ്ഠരോഗം പാപത്തിന് സദൃശ്യമാണ്. പാപകുഷ്ഠം ഒരു മനുഷ്യനെ അധപ്പതിക്കുന്ന, എവിടെ എത്തിക്കുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്ര കഠിനമായ, നിഷ്ഠമായ, വെറുക്കപ്പെട്ട, ദൈവത്തിൽ കടന്നു ചെല്ലുവാൻ പോലും അവകാശമില്ലാത്ത കുഷ്ഠരോഗി. ശ്രദ്ധിക്കൂ, പുറമേ എല്ലാവിധ ആഡംബരങ്ങളും ഉണ്ടെങ്കിലും അകമേ സ്വസ്ഥതയില്ലാത്ത അനേക ഭവനങ്ങളുണ്ട്. നീറിപ്പുകയുന്ന അവസ്ഥ അനുഭവിക്കുന്നവർ. ഈ പ്രഭാഷണ കേൾവി നിങ്ങൾക്കൊരു വിടുതലായി മാറണം. നിങ്ങളുടെ കുടുംബക്കാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ദൃഷ്ടിയിൽ നിങ്ങൾ ഒരിനും കുറവില്ലാത്തവരായിരിക്കാം. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നത് ദൈവവും നിങ്ങളും മാത്രം അറിയുന്നു. പ്രൈസ് ലോർഡ്. നിങ്ങൾക്കൊരു വിടുതൽ നൽകുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. 2-ാം വാക്യത്തിൽ കവർച്ചയായിപ്പോയ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. 2 രാജാക്കന്മാരുടെ 5-ാം പുസ്തകം 2-ാം വാക്യം. ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തു നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അവൾ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകൻ്റെ അടുക്കലൊന്ന് ചെന്നിരുന്നെങ്കിൽ അവൻ്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കവർച്ചയായി പോകപ്പെടേണ്ടി വന്ന ഒരു പെൺകുട്ടി. അവൾ ജനിച്ചത് ഇസ്രായേൽ ദേശത്തായിരുന്നു. പക്ഷേ ആരാമി ദേശത്തേക്ക് അവൾ അടിമയായി പിടിച്ചുകൊണ്ടുവരപ്പെട്ടു. വളരെ ചെറിയ പ്രായത്തിൽ അവളെ പിടിച്ചുകൊണ്ട് വന്നതാണ്. അവൾ നയമാൻ്റെ വീട്ടിൽ, നയമാൻ്റെ ഭാര്യയുടെ
സേവകയായി, ജോലിക്കാരുത്തിയായി കഴിയുകയാണ്. നോക്കുക, ചെറുപ്രായത്തിൽ അവൾ അടിമയാക്കപ്പെട്ടു. ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ അവൾ വേലക്കാരിയാകേണ്ടി വന്നു. സ്വാഭാവികമായും കുഷ്ഠരോഗിയായ നയമാൻ്റെ വസ്ത്രങ്ങൾ അലക്കേണ്ട ചുമതല അവൾക്കായിരുന്നിരിക്കാം. പക്ഷേ ഈ പെൺകുട്ടിയുടെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്ന്, അവൾ വിധിയെ പഴിക്കുന്നില്ല, ദൈവത്തെ ദുഷിക്കുന്നില്ല. എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് അവൾ പറയുന്നില്ല. എനിക്ക് ഈ ഗതി വരുത്തിയത് ദൈവമാണല്ലോ എന്നും അവൾ പറയുന്നില്ല. ആ ദൈവത്തെ അവൾ ദുഷിക്കുന്നില്ല. ദൈവം സ്നേഹവാനും അത്ഭുതവാനുമാണെങ്കിൽ എന്നെ എന്തിനാ ഈ നിലയിലാക്കിയതെന്ന് അവൾ ചിന്തിക്കുന്നില്ല. അടിമയാക്കപ്പെടേണ്ടി വന്നപ്പോഴും അന്യദേശത്ത് ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ വീട്ടുവേല ചെയ്യേണ്ടി വന്നപ്പോഴും ആ വീട്ടിലെ പ്രതിസന്ധിയുടെ വേളയിൽ ജീവിക്കുന്ന ദൈവത്തെ അവൾ സാക്ഷിക്കുന്നു, വിടുവിക്കുന്ന ദൈവത്തെ അവൾ സാക്ഷിക്കുന്നു. സർവശക്തനായ അവളുടെ പിതാക്കന്മാർ സേവിച്ച ദൈവം, ആ ദൈവത്തെ അവൾ സേവിക്കുന്നു, സാക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിതരെ, നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളുടെയും പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നറിയുക. ദൈവം സൗഖ്യദായകനെങ്കിൽ എന്നെ എന്തുകൊണ്ട് സൗഖ്യമാക്കുന്നില്ല? ദൈവം വിടുവിക്കുന്നവനെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിടുതൽ ലഭിക്കുന്നില്ല? ദൈവ ഉദ്ധാരകനെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഉദ്ധാരണം ലഭിക്കുന്നില്ല? എൻ്റെ അവസ്ഥ മാറുന്നില്ല എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. കൂടെ കൂടെ ഞാൻ അർപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ഒന്ന് കാണാതൊന്നും ചെയ്യുന്നവനല്ല. എല്ലാ പ്രവൃത്തികളുടെയും പിൻപിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വിശേഷിച്ച് ദൈവ മക്കളെ സംബന്ധിച്ച്, ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവിക പ്ലാനും പദ്ധതിയുമാണ് ആത്യന്തികമായി നമ്മളിൽ നിറവേറുന്നത്. ചെറുപ്രായത്തിൽ ഈ പെൺകൊച്ച് അടിമയായി പോകേണ്ടി വന്നു. അന്യനാട്ടിൽ ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ, അതും ഇസ്രായേലിനെ ഏറ്റവും അധികം വെറുക്കുന്ന, ദൈവവചനം തന്നെ അറപ്പോടെ വെറുപ്പോടെ കാണുന്ന ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ അവൻ്റെ വസ്ത്രങ്ങൾ കഴുകി അടിമപ്പണിയേണ്ടി വന്നെങ്കിലും അവൾ ദൈവത്തെ ദൂഷിക്കുന്നില്ല. അവളുടെ ദൈവത്തെ സാക്ഷിക്കേണ്ട ഒരു അവസരം ലഭിച്ചപ്പോൾ ഈ ദൈവം നല്ലവനും ശക്തനും വിടുവിക്കുന്നവനുമാണെന്ന് അവൾ ധൈര്യപൂർവ്വം സാക്ഷിക്കുകയാണ്. ഈ വേദഭാഗം നമ്മൾ പഠിച്ചാൽ ദൈവത്തിൻ്റെ ദാസനായ പ്രവാചകനായ ഏലീശ ഇതിനു മുമ്പ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതായി ബൈബിളിൽ കാണുന്നില്ല. എങ്കിലും അവൾ അവിടെ യജമാനത്തിയോട് പറഞ്ഞു, നമ്മുടെ യജമാനൻ അവിടെ വരെ ഒന്ന് ചെന്നിരുന്നെങ്കിൽ, എൻ്റെ നാട്ടിൽ ചെന്നിരുന്നെങ്കിൽ അവിടെ ഒരു പ്രവാചകനുണ്ട്, ആ ദൈവവൃത്യൻ്റെ അരികിൽ ചെന്നിരുന്നെങ്കിൽ കുഷ്ഠരോഗം മാറുമായിരുന്നു, മാറ്റിക്കൊടുക്കുമായിരുന്നു. അപ്പോൾ ഏലീശ പ്രവാചകൻ മുമ്പേ അത്ഭുതം ചെയ്തിരുന്നെങ്കിൽ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത് അവൾ കണ്ടിരുന്നെങ്കിൽ, കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഏലീശ അങ്ങനെ ചെയ്തതായി ബൈബിളിൽ കാണുന്നില്ല മുമ്പ്. അപ്പോൾ ഇവിടെ അവൾ ഏലീശയല്ല വിശ്വസിച്ചത്, ഏലീശയുടെ ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനെ അല്ല അവൾ ട്രസ്റ്റ് ചെയ്തത്, പ്രവാചകനിലും വലിയവനായ സർവശക്തനായ ദൈവത്തിലാണ് അവൾ വിശ്വസിച്ചത്. അവന് കഴിയാത്തതൊന്നുമില്ല, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് അവൾ വിശ്വസിച്ചു. ഈ പ്രഭാഷണം പല സ്ഥലങ്ങളിൽ കേൾക്കുന്ന ദൈവമക്കൾ, ഇതിലൂടെ നിങ്ങളോട് അറിയിപ്പാൻ ചില ദൂതുകളുണ്ട്. മറിയ ഇതെങ്ങനെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരിയുടെ അരികിൽ ചെല്ലുക. മച്ചി എന്ന് പറഞ്ഞവൾക്കിതാ 6-ാം മാസം. അപ്പോൾ ഒരു നടക്കില്ല എന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന് സാധിക്കുമെന്നറിയാൻ മുമ്പ് നടന്നൊരത്ഭുതം കാണിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, അസാധ്യമായ ചില കാര്യങ്ങൾ വരുമ്പോൾ അസാധ്യമായ ചിലത് ദൈവം സാധിപ്പിച്ചു കൊടുത്തത് ഓർമ്മ വരണം. അസാധ്യമായത് പലർക്കും ദൈവം സാധിപ്പിച്ചു കൊടുത്തത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ നിനക്ക് വിശ്വസിപ്പാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്ന അനേകരുണ്ട്. എന്നാൽ
പ്രൈസ് ലോർഡ്. മുമ്പെങ്ങും ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന് മഹത്വം കാണും. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതിന് മുമ്പ് കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് കാണാത്ത ഒരത്ഭുതം കാണുവാൻ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അത് നടക്കും. യെശയ്യാപ്രവചനന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പണ്ട് കാണാത്തതും പണ്ട് കേൾക്കാത്തതും പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതവളുടെ വിശ്വാസമായിരുന്നു. പ്രൈസ് ലോർഡ്. ഈ പെൺകുട്ടി താമസിച്ച സ്ഥലത്ത് വിശ്വസ്തയായിരുന്നു, പ്രാർത്ഥിക്കുന്നവളായിരുന്നു, സാക്ഷ്യമുള്ളവളായിരുന്നു. അതുകൊണ്ടല്ലേ വീട്ടുവേലക്കാരത്തിയായൊരു പെൺകൊച്ചിൻ്റെ സാക്ഷ്യം കേട്ട്, വാക്ക് കേട്ട് ആരാരാജാവിൻ്റെ സർവ്വസൈന്യാധിപനായ നയമാനെ രഥത്തിലും കുതിരയുടെ അടമ്പടിയോടുകൂടെ മന്യരാജ്യത്തേക്ക് പോകണമെങ്കിൽ അവൾ അവിടെ വിശ്വസ്തയായിരുന്നു. സാധാരണ നിലയിൽ നാടോടുമ്പോൾ നടുവേ ഓടുന്നവരാണ് പലരും. നമ്മുടെ നാട്ടിലുണ്ട്, ചേരത്തിരുന്ന് നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നുക. ആരും കാണാത്തപ്പോൾ എങ്ങനെയും ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അതിനാണ് ദൃഷ്ടിസേവ എന്ന് പറയുന്നത്. പാസ്റ്റർ കാണും, അപ്പൻ കാണും, അമ്മ കാണും, അല്ലെങ്കിൽ സഹവിശ്വാസികൾ കാണും. അതുകൊണ്ട് ഇത് ചെയ്യരുത്, അതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ആരും കാണാത്തപ്പോഴും ദൈവം കാണുന്നു എന്ന ബോധത്തോട് പാപത്തിൽ നൊഴിഞ്ഞിരിപ്പാൻ കഴിയുന്നുണ്ടോ? പലരുടെയും ക്രിസ്ത്യ ജീവിതം ദൃഷ്ടിസേവയാണെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദിക്കുന്നു. അഗ്നിജ്വാലയ്ക്കത്തോളം കണ്ണുള്ളവൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല സുഹൃത്തുക്കളെ. നാട്ടിൽ മദ്യപിക്കുന്നില്ലെന്ന് പറയാൻ ചില ആളുകൾ പ്ലെയിനിൽ കയറുമ്പോൾ അതിനകത്തിരുന്ന് കുടിക്കും, ആരും കാണില്ലല്ലോ. വിദേശത്ത് ചെല്ലുമ്പോൾ കൂട്ടുകാരും ചേർന്ന് റൂമിനകത്തിരുന്ന് മദ്യപിക്കും, അല്ലെ സിനിമ കാണും, വൃത്തികെട്ട സീനുകൾ കാണും. ആരും കാണുന്നില്ലെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ യോസേപ്പിനെ പൊത്തിഫേറിൻ്റെ ഭാര്യ പിടിച്ചപ്പോൾ അവൻ അവിടെ വസ്ത്രം വലിച്ചെറിഞ്ഞിട്ട് ഓടിയത്, അവൻ്റെ പുതപ്പെറിഞ്ഞ് ഓടിയത്, ദൈവം എന്നെ കാണുന്നു, ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യനോടല്ല നീ പാപം ചെയ്യുന്ന, ദൈവത്തോടെയാണ്. ഇതിനൊത്തിരി ഉദാഹരണം ബൈബിളിലുണ്ട്. രാജാവിൻ്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധി വരുത്തില്ല എന്ന് എബ്രായ ബാലന്മാർ ചിന്തിച്ചു. അന്യനാട്ടിലാണ്, ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ആരും കാണില്ലല്ലോ, അറിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ചെറുപ്പക്കാരാ, സഹോദര, സഹോദരി, ആരും കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ആരും കാണാത്തത് കൊണ്ട് ചിലത് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. പാപത്തിന് അവസരം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്നതാണോ? പാപം ചെയ്യുവാൻ അവസരം ഉണ്ടായിട്ടും അതിനോട് എതിർത്ത് നിൽക്കുന്ന, അതിനോട് പോരാടി നിൽക്കുന്ന, പ്രാണത്യാഗത്തോളം എതിർക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഈ പെൺകൊച്ചിനെ സംബന്ധിച്ച് അവൾ അന്യനാട്ടിൽ ചെന്നു. അന്യനാട്ടിലും ആരോളെ കാണാത്തപ്പോഴും അവൾ പാർത്ത എല്ലാവിധ സൗകര്യമുള്ള സേനാധിപതിയുടെ വീട്ടിലും അവൾ സാക്ഷ്യം സൂക്ഷിച്ചു, വിശുദ്ധി സൂക്ഷിച്ചു, വിശ്വാസം സൂക്ഷിച്ചു, പ്രാർത്ഥനാ ജീവിതമുള്ളവളായി. അതുകൊണ്ട് അവിടെ യജമാനത്തി അവിടെ വാക്ക് വിശ്വസിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞതൊന്നുകൂടെ ആവർത്തിക്കുന്നു. ദൈവം സർവശക്തനാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് അവൾ ചിന്തിച്ചില്ല. ആദ്യം എന്നെ വിടുവിക്കട്ടെ, എന്നാൽ ഞാൻ സാക്ഷിയാകാമെന്ന് അവൾ പറഞ്ഞില്ല. ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, ദൈവം എന്നെ ഈ വീട്ടിൽ വിട്ടതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു.
ഈ പ്രഭാഷണം വിവിധ സ്ഥലങ്ങൾ കേൾക്കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകില്ലായിരിക്കാം. പിൽക്കാലങ്ങളിലെ ആ ദൈവ പദ്ധതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് ഒരേ ഒരു മകൻ, വളരെ മിടുക്കനായൊരു മകൻ, സ്കൂളിൽ നിന്ന് എക്സ്കർഷനായി പോയപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ആ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചു. മുങ്ങി വെള്ളം കുടിച്ചു, മരിക്കില്ലെന്ന് വിചാരിച്ചു. അതിവിദഗ്ധരായ ഡോക്ടർമാർ നോക്കി. ഇവിടെയല്ല, അമേരിക്കയിലാണ്. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. അമേരിക്കയെ സംബന്ധിച്ചത് വലിയ കുറ്റമാണ്. ആ സ്കൂളിനെതിരെ കേസ് കൊടുത്താൽ മില്യൺസ്, കോടിക്കണക്കിന് ഡോളർ കിട്ടും. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. യാദൃശ്യമായി അദ്ദേഹത്തിൻ്റെ മകൻ വേർപെടിഞ്ഞ 10 വർഷമോ 9 വർഷമോ കണ്ടത്തേക്കുന്ന ആ ദിവസം ഞാനിവിടെ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കുകയുണ്ടായി. അന്നത്തെ ദൂത് അദ്ദേഹത്തോടായിരുന്നു, ആ കുടുംബത്തോടായിരുന്നു, അവർ ആ സഭയോടായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് ആ ദൂത് ഏറ്റെടുത്തു. അവർ കരയുന്നത് കണ്ടു. ആ ദൂതിൻ്റെ മുമ്പിൽ ദൈവം സകലവും നന്മയ്ക്കാക്കും, തിന്മയായ ദൈവം ഒന്നും ചെയ്യില്ല, സകലവും ദൈവം നന്മയ്ക്കാക്കും. ഈ മെസ്സേജാണ് ഇവിടെ ഞാൻ പ്രശ്നം. ദൈവത്തെ സ്നേഹിക്കുന്നവർ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവനോട് പറഞ്ഞത്, പലരും പറഞ്ഞു സ്കൂളിനെതിരെ കേസ് കൊടുക്കണം, കൊടുത്താൽ കോടിക്കണക്കിന് രൂപ കിട്ടും. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഒരു ദൈവ പൈതലിൻ്റെ തലയിൽ നിന്ന് ഒരു മുടി നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിയണം. ദൈവം അറിയാതെ അനുവദിക്കാതൊന്നും സംഭവിക്കില്ല. ഇത് ദൈവഹിതമെന്ന് പ്രസംഗിക്കുന്ന ഞാൻ, ഇത് ദൈവേഷ്ടമെന്ന് പ്രസംഗിക്കുന്ന ഞാൻ, ഇതിനെതിരെ കേസ് കൊടുത്താൽ എൻ്റെ അർത്ഥം ദൈവഹിതമാണെന്നാണോ? അദ്ദേഹം കേസ് കൊടുത്തില്ല. മറിച്ച് അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ മകൻ ജനിച്ച് തിരിച്ചറിവായ നാൾ മുതൽ കർത്താവിൻ്റെ സാക്ഷിയായിരുന്നു. ചെറുപ്പം മുതലേ അവൻ കർത്താവിന് വേണ്ടി നിന്നതും പറഞ്ഞതും എല്ലാം അവർ ചെറിയ സാക്ഷ്യമായി എഴുതി. ആ കാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് മുമ്പ്, കേരളത്തിലെ മലയാള മനോരമ പത്രത്തിൻ്റെ എല്ലാ എഡിഷനിലും ആ പയ്യൻ്റെ സാക്ഷ്യം, ഈ മരണം, അതിനോട് അനുബന്ധിച്ച് അവരെടുത്ത സമീപനം, നിത്യതയിൽ മോനെ കാണാമെന്ന് ഉറപ്പ്, അത് യേശുക്രിസ്തു നൽകുന്ന സമാധാനം, ആശ്വാസം, മരണാൻ ജീവിതം, അതിനെക്കുറിച്ചൊക്കെ ഒരു ക്വാർട്ടർ പേജ് പരസ്യമായി നൽകി. 10,000-കണക്കിന് ആളുകൾ അത് വായിച്ചു. 1000-കണക്കിന് കത്തുകൾ, ഇമെയിലുകൾ അവർ ലഭിച്ചു. എത്ര പേർ ദൈവകൃപ വന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ, അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാം. നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു, ചിലരെങ്കിലും അത് വായിച്ച് ആശ്വാസം പ്രാപിച്ചിട്ടുണ്ട്, വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്, നിത്യത്തിലെത്തുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ കാണുന്നു, ആരൊക്കെ കേൾക്കുന്നു അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഇതൊന്നും വൃഥാപ്രയത്നമല്ല. കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊന്നും വൃഥാപ്രയത്നമല്ല. പിശാച് അങ്ങനെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തോന്നിച്ചേക്കാം, നീ യേശുവിന് വേണ്ടി ചെയ്യുന്നതൊന്നും വൃഥാവിലല്ല, സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും വൃഥാവല്ല, ദൈവം തന്നെ നടത്തുന്ന വഴിയൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ തെറ്റായ പാതയല്ല സുഹൃത്തേ. ദൈവനോട് പറഞ്ഞു, ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് വീടുകളിൽ സുവിശേഷം എത്തി. മോൻ മരിച്ചപ്പോൾ കേസ് കൊടുത്തിരുന്നെങ്കിൽ കുറെ പണം കിട്ടുമായിരുന്നു, പക്ഷേ സാക്ഷ്യം പറയാൻ കഴിയില്ലായിരുന്നു. ഒരു മനുഷ്യൻ വിടുവിക്കപ്പെട്ടാൽ മുടി ലോകത്തേക്കാൾ വിലയാണ്. പ്രിയ സ്നേഹിതരെ, എൻ്റെ പ്രഭാഷണം ഞാൻ നിർത്താൻ പോകുകയാണ്. വേദപുസ്തകം പറയുന്നു, ഒരു നാൾ നശ്വര ലോകം നാം വിടും. നമ്മൾ പാടാറുണ്ടല്ലോ, അങ്ങേ കരയിൽ നാം എത്തും, നേടിയതെന്തെന്ന് അവിടെ വെച്ച് നമ്മൾ അറിയും. ജീവിതത്തിൻ്റെ വൈതരണികൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്തുകൊണ്ടാണെന്നൊരു പക്ഷേ ഇപ്പോൾ ദൈവം മനസ്സിലായത് വരും. നിങ്ങളോട് വചനം പ്രസംഗിക്കുന്ന ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നയാളായതുകൊണ്ടാണ് ഹൃദയത്തെ സ്പർശിക്കുന്നതും കണ്ണ് നനയിപ്പിക്കുന്നതുമായ അനേക അനുഭവങ്ങളിലൂടെ ഞാൻ പോയിട്ടുള്ളത് കൊണ്ട് എനിക്കിതിൻ്റെ വില അറിയാം. ഈ പ്രഭാഷണം ഈ ദർശനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് എടുത്ത വിഷയം മുഴുവൻ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം. ദൈവം അറിയാതെ അല്ല നിങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടത്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ കടഭാരത്തിലായെങ്കിൽ,
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിയുടെ പോകുന്നെങ്കിൽ, ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ, ഒറ്റപ്പെടുന്നേണ്ടി വരുന്നെങ്കിൽ, ഏകാന്തര തുരുത്തിൽ നിങ്ങൾ അകപ്പെട്ടെങ്കിൽ, ഇതൊന്നും ദൈവം അറിയാതെയല്ല. ഇതിൻ്റെ പിൻപിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. കവർച്ചയായ പെൺകുട്ടി നിമിത്തം ആരാം രാജ്യത്തെ സേനാധിപൻ ജീവിക്കുന്ന ദൈവമാരെന്നറിഞ്ഞെങ്കിൽ അവൻ മുഖാന്തരം, ചരിത്രം പറയുന്നു, ആ ദേശവും ജീവിക്കുന്ന സത്യദൈവത്തെ അറിയാനിടയായെങ്കിൽ, ഈ പ്രതിസന്ധിയിലും നിങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ഒരത്ഭുതം ചെയ്യുവാൻ കഴിയും. വിശ്വസിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധി ഏതായാലും ദൈവത്തോട് ചോദ്യം ചെയ്യാതെ, പിറുപിറുക്കാതെ, സങ്കടപ്പെടാതെ, ദൈവമേ തിരുവിഷ്ടമെന്നിൽ നിവർത്തിക്കട്ടെ, തിരുഹിതമെന്നിൽ നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം മാത്രമെന്നിൽ നിറവേറട്ടെ, എൻ്റെ ദൈവം ദോഷമായി എനിക്കൊന്നും ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കൂ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം കരുതി വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ഇത് വെളിപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അപ്രതീക്ഷിതമായ തകർച്ചകളും തിരിച്ചടികളും നഷ്ടങ്ങളും കഷ്ടങ്ങളും ട്രാൻസ്ഫറുകളും ഒക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരാം. പരിശുദ്ധാത്മാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കർത്താവേ അങ്ങനെ കടന്നു പോകുന്നവരുണ്ട്. ഒരുപക്ഷെ മനുഷ്യർ കോപത്തോടെയും ദേഷ്യത്തോടെയും വൈരാഗ്യത്തോടെയും ഒക്കെ ഞങ്ങൾ ഇടപെട്ടെന്ന് വരാം. കർത്താവേ, അതെല്ലാം നന്മയ്ക്കാക്കാൻ അങ്ങക്ക് കഴിയും. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ, ആ കുഷ്ഠരോഗിയുടെ വസ്ത്രങ്ങൾ കഴുകി അടിമപ്പണി ചെയ്ത് ജീവിക്കേണ്ടി വന്നെങ്കിലും അതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. കർത്താവേ, ശ്രേഷ്ഠകരമായി അവിടെ ജീവിതത്തെ മാറ്റി മറിക്കാൻ അങ്ങക്ക് കഴിഞ്ഞെങ്കിൽ എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാ സ്നേഹിതരെയും അവിടുത്തെ കരുതൽ ഏൽപ്പിക്കുന്നു. അവരിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്തോ, പ്രശ്നങ്ങളെന്തോ, അതിൻ്റെ നടുവിൽ അങ്ങയ്ക്കൊരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. കർത്താവേ, നീ അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ. കർത്താവിനെ ദുഷിക്കാതെ അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ അവരെ ഒരുക്കിയാണ്. നിന്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് സ്തോത്രം. പ്രാർത്ഥന കണ്ടാൽ നമിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരോടും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. ദൈവം നിങ്ങളെല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.